നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേട്. ബാധ്യത തിരിച്ചടക്കേണ്ടവരിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉൾപ്പെടെ UDF ജനപ്രതിനിധികളും. ബ്ലോക്ക് പ്രസിഡന്റിന്റെയും കോട്ടോപ്പാടം പഞ്ചായത്ത് അംഗം ലിജോ വർഗീസിന്റെയും പേരിലുള്ള ബാധ്യത 59.26 ലക്ഷം രൂപ വീതം. നല്ല പേങ്ങാട്ടിരിയിൽ വാഹനാപകടം. സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്ക്. വീപ്പടി സ്വദേശി അർഷാദിനാണ് പരിക്ക്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി. ആദ്യഘട്ടത്തിൽ സൗകര്യം ലഭിക്കുക BPL കുടുംബങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ. കേരള പ്രവാസി സംഘം 7ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടന്നു. പ്രവാസികളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എപ്പോഴും നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. പ്രവാസി ക്ഷേമനിധിക്ക് കേന്ദ്ര സഹായം അനുവദിക്കണമെന്ന് സമ്മേളനം. പെരിന്തൽമണ്ണയിൽ നടന്നു വന്ന മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ CBSE കലോത്സവം സമാപിച്ചു. തിരൂർ MES സെൻട്രൽ സ്കൂളിന് കലാകിരീടം. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേട്. ബാധ്യത തിരിച്ചടക്കേണ്ടവരിൽ ജനപ്രതിനിധികളും നിലവിലെ ബാങ്ക് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, ബാങ്ക് പ്രസിഡന്റ് പാറശ്ശേരി ഹസൻ എന്നിവരും ബാധ്യത തിരിച്ചടക്കേണ്ടവരുടെ ലിസ്റ്റിലുണ്ട്. ബാങ്കിൽ നടന്ന ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ 12 കോടി രൂപയാണ് ബാങ്കിന് നഷ്ടമുണ്ടായതെന്നും മുൻ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും നിലവിലെ ഭരണസമിതിയിലെ അംഗങ്ങളിൽ നിന്നും ഈ തുക ഈടാക്കണമെന്നുമാണ് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട്. മുൻ ഡയറക്ടറായിരുന്ന മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, കോട്ടോപ്പാടം പഞ്ചായത്ത് അംഗം ലിജോ വർഗീസ് എന്നിവർക്ക് 59,26,546 രൂപ വീതം ബാധ്യതയുണ്ട്. നിലവിലെ ഭരണസമിതി പ്രസിഡന്റും മുസ്ലിം ലീഗ് കോട്ടോപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റുമായ പാറശ്ശേരി ഹസന് 16,18,322 രൂപയും ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റും കോട്ടോപ്പാടം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ ഉമ്മർ മനച്ചിത്തുടിക്ക് 17,99,342 രൂപയും നിലവിലെ ബാങ്ക് വൈസ് പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ അസീസ് ഭീമനാടിന് 14,54,379 രൂപയുമാണ് ബാധ്യത നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ 2013, 2018, 2018, 2023, 2023, 2028 കാലയളവിലെ ഭരണസമിതികളിലെ അംഗങ്ങളായ മുൻ പ്രസിഡന്റ് TS സിദ്ദിഖ് ഉൾപ്പെടെ 36 പേരും ബാങ്ക് സെക്രട്ടറി NP കാർത്തിയായനിയും ഉൾപ്പെടെ 37 പേർക്കുമാണ് ബാധ്യത വീതിച്ചു നൽകിയിരിക്കുന്നത്. റിപ്പോർട്ട് വന്നതോടെ UDFൽ വലിയ പൊട്ടിത്തെറിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ചെർപ്പശ്ശേരി പട്ടാമ്പി റൂട്ടിൽ നെല്ലയ പേങ്ങാട്ടിരിയിൽ വാഹനാപകടം. സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. പേങ്ങാട്ടിരിയിൽ വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:10 അപകടമുണ്ടായത്. പട്ടാമ്പിയിൽ നിന്ന് ചെർപ്പശ്ശേരിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും പേങ്ങാട്ടിരിയിൽ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരിഞ്ഞു പോവുകയായിരുന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ബൈക്ക് യാത്രികനായ ബീവിപ്പടി ചേടത്തുപള്ളിയാലിൽ അർഷദിനാണ് പരിക്കേറ്റത്. ബൈക്ക് ബസ്സിനടിയിൽപ്പെട്ട നിലയിലായിരുന്നു. കയ്യിലും കാലിലും പരിക്കേറ്റ അർഷദിനെ മാങ്ങോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി. യൂണിറ്റിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. മുഹമ്മദ് മുഹസിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പിയിൽ ഡയാലിസിസ് കേന്ദ്രം സജ്ജമാക്കിയത്. 2 നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയായത്. കെട്ടിടത്തിന് പുറമെ ഡയാലിസിസ് കേന്ദ്രത്തിനാവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഡയാലിസിസ് സെന്ററിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി. 10 ബെഡും 8 ഉപകരണങ്ങളുമാണ് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിൽ 3 ഡയാലിസിസ് മെഷീനുകൾ കൂടി കേന്ദ്രത്തിന് ലഭ്യമാക്കും. ഇതോടൊപ്പം കൂടുതൽ സൗകര്യങ്ങൾ രോഗികളുമായി എത്തുന്നവർക്ക് ഉൾപ്പെടെ ക്രമീകരിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഒക്ടോബർ 4 ആരോഗ്യവകുപ്പിൽ നിന്നുള്ള സംഘം പരിശോധനയ്ക്ക് എത്തുമെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. എല്ലാം സക്സസ് ആണ്. അപ്പൊ ഇനി ഡയാലിസിസ് സെന്റർ ആരംഭിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി വരുന്ന 4-ാം തീയതി ആരോഗ്യവകുപ്പിന്റെ ഒരു വിദഗ്ധ സംഘം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക്, ഡയാലിസിസ് രോഗികൾക്ക് ഓപ്പൺ ആക്കി തുറന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പൊ 10 ബെഡുകളുണ്ട്. അതോടൊപ്പം തന്നെ 8 മെഷീനുകളാണ് ഇവിടെ ഉള്ളത്. RO പ്ലാന്റ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ മികച്ച രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടികളും ക്രമങ്ങളും പൂർത്തീകരിച്ചു. ടെക്നീഷ്യൻസിനെ എടുത്തു, അവർക്ക് ട്രെയിനിങ് കൊടുത്തു. ഇപ്പൊ ട്രയൽ റണ്ണ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് ട്രയൽ റണ്ണ് നടത്തിയിട്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മെഡിസിൻസും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി രോഗികളെ തെരഞ്ഞെടുക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് കടക്കുകയാണ്. അത് പട്ടാമ്പി നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ HMC ചേർന്നുകൊണ്ട് വരുന്ന ദിവസം തന്നെ അതിന്റെ മാനദണ്ഡങ്ങൾ തീരുമാനിച്ച്
പിന്നെ ആശുപത്രിയിൽ ആരൊക്കെയാണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം കൂടി ഉണ്ട്, ഓരോരുത്തരുടെ കണ്ടീഷൻ പരിശോധിക്കും, അതുപോലെ സാമ്പത്തിക സ്ഥിതിയും പരിശോധിച്ചിട്ടാണ് ആദ്യഘട്ടത്തിൽ ഇതിലേക്ക് ആളുകളെ എടുക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കേസുകൾ നമ്മൾ താലൂക്ക് ആശുപത്രിയിൽ എടുക്കില്ല, അത് ജില്ലാ ആശുപത്രിയിലാണ് എടുക്കുക. ആദ്യഘട്ടത്തിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് BPL കുടുംബങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമാണ് പ്രഥമ പരിഗണന. ഇതോടൊപ്പം കൂടുതൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആളുകളെ പ്രവേശിപ്പിക്കും. ഇതിനായി താലൂക്ക് ആശുപത്രി HMC യോഗം ചേരുവാനും തീരുമാനമായി. തിരുവനന്തപുരത്തെ വിദഗ്ധ സംഘം എത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നതോടെ സെന്റർ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും. അത്യാസന്ന നിലയിലുള്ള രോഗികൾക്കുള്ള ചികിത്സ സെന്ററിൽ നിന്നും നൽകാനാവില്ല, മറിച്ച് ഇതിനായുള്ള ക്രമീകരണങ്ങൾ ജില്ലാ ആശുപത്രിയിൽ സജ്ജമാക്കുമെന്നും MLA പറഞ്ഞു. ഡയാലിസിസ് ടെക്നീഷ്യന്മാരടക്കം 7 പേരാണ് നിലവിൽ കേന്ദ്രത്തിലെ ജീവനക്കാർ. ഇതിൽ 4 പേർക്ക് ട്രെയിനിങ്ങും ലഭിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കേഷൻ കൂടി ലഭിക്കുന്ന മുറയ്ക്ക് സെൻട്രൽ വേഗത്തിൽ നാടിന് സമർപ്പിക്കാനാണ് ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ MLAയുടെ അധ്യക്ഷതയിൽ യോഗവും ചേർന്നു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹരിദാസൻ, കൗൺസിലർ K. നാരായണസ്വാമി, KT ഹമീദ്, KP അജയൻ, PRO ധന്യ, നഴ്സിംഗ് സൂപ്രണ്ട് പ്രസന്നകുമാരി, മായ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കേരള പ്രവാസി സംഘം 7ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണ ഏലംകുളത്ത് ചേർന്നു. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ KV അബ്ദുൽ ഖാദർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എപ്പോഴും നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് KV അബ്ദുൽ ഖാദർ പറഞ്ഞു. പ്രവാസി ക്ഷേമനിധിക്ക് കേന്ദ്ര സഹായം അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഏലംകുളം EMS സ്മാരക സമുച്ചയത്തിൽ സജ്ജീകരിച്ച സൈനുദ്ദീൻ ബാവ ഹാജി നഗറിലാണ് കേരള പ്രവാസി സംഘം 7ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം നടന്നത്. ജില്ലാ പ്രസിഡന്റ് CP റസാഖ് പതാക ഉയർത്തിയതോടെ സമ്മേളന പരിപാടികൾ ആരംഭിച്ചു. സംഘടനയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ KV അബ്ദുൽ ഖാദർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ കാര്യത്തിൽ നിഷേധാത്മക നിലപാടാണ് കേന്ദ്ര സർക്കാർ എപ്പോഴും സ്വീകരിക്കുന്നതെന്ന് KV അബ്ദുൽ ഖാദർ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റോ ഒരു രൂപ പോലും നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നില്ല. ഒരു രൂപ പോലും. ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് എത്ര തവണ നമ്മൾ പാർലമെന്റ് മാർച്ച് നടത്തി, എത്ര തവണ നിഷേധാത്മകമായിട്ടുള്ള നിലപാട് തുടരുകയാണ്. ഇപ്പോ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ അനുകൂലമായൊരു നിലപാടുണ്ടാകും എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളോട് അത് നിരന്തരമായി പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് കോടി രൂപ ഇന്ത്യയിലേക്ക് അയക്കുന്ന പ്രവാസികൾ ലോക സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പോലും ഉലയാതെ പിടിച്ചു നിൽക്കാൻ ഈ രാജ്യത്തെ സഹായിച്ച ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഒരു രൂപ പോലും മാറ്റിവെക്കാത്ത കേന്ദ്ര നിലപാടിനെതിരായിട്ട് വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സംഘടനയുടെ പ്രവർത്തന ഫലമായി ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്ത് ക്ഷേമനിധിയും പെൻഷനും കൊണ്ടുവരാൻ സാധിച്ചു. ക്ഷേമനിധി, പെൻഷൻ പദ്ധതികളിലേക്ക് സംസ്ഥാന സർക്കാർ കൂടുതൽ തുക മാറ്റിവെക്കണമെന്നും KV അബ്ദുൽ ഖാദർ ആവശ്യപ്പെട്ടു. ഇപ്പോ നമ്മുടെ ക്ഷേമനിധി, പെൻഷൻ ഇതെല്ലാം കൃത്യമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ നമ്മൾ നേരിടുന്നുണ്ട്. കൂടുതൽ പണം ഗവൺമെന്റ് അതിനു വേണ്ടി മാറ്റിവെക്കണം എന്നുള്ള ആവശ്യം നമുക്കുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്ന് നൽകുന്നതിനേക്കാൾ കൂടുതൽ പണം നൽകണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട് എന്നറിയാതെയല്ല ഞാനത് പറയുന്നത്. പക്ഷെ അത് നൽകണം. കാരണം ഈ നാടിന് വേണ്ടി വിയർപ്പൊഴുക്കുന്ന മണലാരണ്യങ്ങളിലും അവിടുത്തെ ഏറ്റവും ചൂടുള്ള തണുപ്പുള്ള കാലാവസ്ഥകളിലും പണിയെടുത്ത് ജീവിത സായാഹ്നത്തിൽ തിരിച്ചു വരുന്ന മനുഷ്യന് ഒരു സാന്ത്വനമായി നൽകുന്ന ഈ പെൻഷൻ പദ്ധതി രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഈ കാര്യം നടപ്പിലാക്കുന്ന ഈ സ്റ്റേറ്റിൽ അത് തുടരണം. അത് തുടരണമെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൂടുതൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാര്യം സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. സാമ്രാജ്യത്വം മനുഷ്യജീവിതത്തെ വേട്ടയാടുന്ന സംഭവമാണ് പലസ്തീനിൽ കാണുന്നത്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതിക്ക് സമാനതകളില്ല. മലയാളികൾ വസിക്കുന്ന ഖത്തറിന് നേരെ ഇസ്രായേൽ ആക്രമണമുണ്ടായിട്ടും ആദ്യം പ്രതിഷേധിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടായില്ല. ഇത് മോദി സർക്കാരിന്റെ മനുഷ്യത്വരഹിതമായ നിലപാടാണെന്നും KV അബ്ദുൽ ഖാദർ കുറ്റപ്പെടുത്തി. അവരനുഭവിക്കുന്ന തിരസ്കരണവും ആക്രമണവും സമാനതകളില്ലാത്തതാണ് എന്ന് നാം കാണേണ്ടതുണ്ട്. മനുഷ്യരാശിക്ക് മേൽ, മാനവികതയ്ക്ക് മേൽ
സാമ്രാജ്യത്വം ഉയർത്തുന്ന ഈ കടുത്ത വെല്ലുവിളികൾ, ഈ വെല്ലുവിളികൾക്ക് നേരെ നാം പ്രതികരിക്കേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് പ്രവാസത്തെ ബാധിക്കുന്നത്? ഇത് ഫലസ്തീനിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നുണ്ടോ? ഇപ്പോ ഏകപക്ഷീയമായിട്ടല്ലേ ഖത്തർ എന്ന രാജ്യം വളരെ നല്ല നിലയിൽ മലയാളികളെയും ഇന്ത്യക്കാരെയും ഒക്കെ ലോകത്തുള്ള എത്രയോ ലക്ഷം കുടുംബങ്ങളെ തീറ്റിപ്പോറ്റുന്ന ഒരു രാജ്യത്തിന് മേൽ ഏകപക്ഷീയമായിട്ട് ആക്രമണം നടത്തിയില്ലേ ഇസ്രായേൽ? എന്ത് ന്യായമാണ് അതിനകത്തുള്ളത്? നമ്മുടെ മലയാളികളായിട്ടുള്ള 3-3.5 ലക്ഷം ആളുകൾ ജോലി ചെയ്ത് ജീവിക്കുകയാണ് അവിടെ. ഏതാണ്ട് 8 ലക്ഷത്തോളം ഇന്ത്യക്കാർ സമാധാനപരമായി ജോലി ചെയ്ത് ഈ നാട്ടിലേക്ക് പണമയച്ച് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ പോറ്റുന്ന നമ്മുടെ പൗരന്മാർക്ക് മേൽ ഇസ്രായേൽ വെല്ലുവിളി ഉയർത്തുന്നു. നമ്മുടെ നിലപാടുകൾ സ്വതന്ത്രമായി ധീരമായി പറഞ്ഞിരുന്നു. ഇപ്പോഴോ മൈ ഫ്രണ്ട് എന്ന് പറയുന്ന മോഡി, ട്രംപ് ഇത്രമേൽ ഭീഷണമായ നിലപാട് ഇന്ത്യൻ പൗരന്മാർക്കെതിരായി സ്വീകരിക്കുമ്പോഴും മിണ്ടുന്നുണ്ടോ അദ്ദേഹം? ജില്ലയിലെ 18 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 397 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് CP റസാഖ് പ്രതിനിധി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി KS സേതുനാഥ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി VK റൌഫ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ P ലില്ലീസ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ KV വിജയകുമാർ, T സൈതാലിക്കുട്ടി, വൈസ് പ്രസിഡന്റ് CK കൃഷ്ണദാസ്, ജില്ലാ ട്രഷറർ TP ദിലീപ്, സ്വാഗത സംഘം കമ്മിറ്റി അംഗം P ഗോവിന്ദപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും പ്രമേയങ്ങളും അവതരിപ്പിച്ചു. സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു. പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. രണ്ട് ദിവസമായി പെരിന്തൽമണ്ണ ISS സ്കൂളിൽ നടന്ന മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ CBSE കലോത്സവം സമാപിച്ചു. കലോത്സവത്തിൽ തിരൂർ MES സെൻട്രൽ സ്കൂൾ കലാകിരീടം ചൂടി. മംഗലത്തിൽ ഒന്നിക്കും മലർക്കണിക്ക് അതിശയിൽ കനികളും മഹുഷുക്കിൻ മഷഹൂറിൻ അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞ മത്സരങ്ങൾക്കൊടുവിൽ 1807 പോയിന്റുകൾ നേടിയാണ് CBSE മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ തിരൂർ MES സെൻട്രൽ സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കിയത്. തുടർച്ചയായി 3 വർഷം ജേതാക്കളായിരുന്ന നിലമ്പൂർ PVS മോഡൽ സ്കൂൾ 1715 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തി. 1299 പോയിന്റുമായി കടലുണ്ടി നഗരം ദ വൈറ്റ് സ്കൂൾ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. കാറ്റഗറി 2, 3, 4 വിഭാഗങ്ങളിൽ നേടിയ നിർണായക ലീഡാണ് തിരൂർ MESന് ചരിത്ര വിജയം സമ്മാനിച്ചത്. മേളയുടെ അവസാന ദിവസം നടന്ന ഒപ്പന, തിരുവാതിര, സംഘനൃത്തം തുടങ്ങിയ ഗ്രൂപ്പ് ഇനങ്ങളിലെ പ്രകടനങ്ങളാണ് പോയിന്റ് നിലകളെ കീഴ്മേൽ മറിച്ചത്.
CBSE മലപ്പുറം സെൻട്രൽ സഹോദയയ്ക്ക് കീഴിലെ 85 വിദ്യാലയങ്ങളാണ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തത്. നേരത്തെ സ്റ്റേജിതര മത്സരങ്ങൾ പൂർത്തിയാക്കിയ മേളയുടെ സ്റ്റേജിന മത്സരങ്ങളാണ് പെരിന്തൽമണ്ണ ISS സ്കൂളിൽ അരങ്ങേറിയത്. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ സെൻട്രൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻപീടിയേക്കൽ അധ്യക്ഷത വഹിച്ചു. നജീബ് കാന്തപുരം MLA മുഖ്യപ്രഭാഷണം നടത്തി. കോൺഫെഡറേഷൻ ഓഫ് കേരള സഹോദയ കോംപ്ലക്സ് പ്രസിഡന്റ് ജോജി പോൾ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി സുഹൈബ് ആലിങ്ങൽ, AV റഫീഖ്, CM മുസ്തഫ, ചമയം ബാപ്പു, അബ്ദുള്ള മാനു തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ കലോത്സവ വിജയികൾ സംസ്ഥാനതല കലോത്സവത്തിൽ പങ്കെടുക്കും. CPM ചെർപ്പശ്ശേരിയിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. P. മാമിക്കുട്ടി MLA യോഗം ഉദ്ഘാടനം ചെയ്തു. CPIM ചെർപ്പശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത്. ചെർപ്പശ്ശേരി ടൗണിൽ AKG റോഡിന് സമീപം ശനിയാഴ്ച വൈകിട്ട് സംഘടിപ്പിച്ച യോഗം P. മാമിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അവിടെ ഒരു ചെറിയ ചലനമുണ്ടായാൽ അത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംസ്ഥാനം കേരളാവുമല്ലോ. നമ്മുടെയൊക്കെ തന്നെ വേണ്ടപ്പെട്ടവർ, മക്കൾ, അല്ലെങ്കിൽ അനിയന്മാർ, അല്ലെങ്കിൽ അച്ഛന്മാർ, അല്ലെങ്കിൽ ഏട്ടന്മാർ വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് മേഖലകളിൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ ജോലിയെടുക്കുന്നുണ്ട്. അവിടുത്തെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവിടുത്തെ വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ മോശമല്ലാത്ത രൂപത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന ഗൾഫ് മേഖലയിലുള്ള ഈ ഒരു അവസ്ഥക്ക് ഖത്തറിൽ ഒരു ബോംബ് വർഷിച്ചാൽ അതിന് തടസ്സമുണ്ടാകില്ലേ? പ്രശ്നങ്ങളുണ്ടാകില്ലേ? ഖത്തറിലൊരു ബോംബ് വർഷിച്ചാൽ അവിടെ കൊണ്ട് അവസാനിക്കുമോ? അത് എത്രത്തോളം പ്രത്യാഘാതമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഖത്തറിൽ ബോംബിട്ടാലും വേണ്ടില്ല, മറ്റ് പ്രശ്നങ്ങളുണ്ടായാലും വേണ്ടില്ല, ഇവിടെ പിണറായി വിജയനെ താഴെ ഇറക്കണം, ഗവൺമെന്റ് രാജിവെക്കണം എന്നാണ് അല്ലേ? CPIM ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ, C. ജയകൃഷ്ണൻ, M. സിജു, P. രാമചന്ദ്രൻ, ലുക്മാൻ, PK മണികണ്ഠൻ, PK സുജിത്, VP സമീജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കലയെ സ്നേഹിക്കുന്നവർക്ക് അത് പഠിക്കാനും അരങ്ങിലെത്തിക്കാനും പ്രായം ഒരു പ്രശ്നമല്ലെന്ന് പലരും തെളിയിച്ചതാണ്. 65 കഴിഞ്ഞപ്പോഴാണ് തൂതയിലെ സരസ്വതി ടീച്ചർക്ക് ചെണ്ടക്കോൽ പിടിക്കാൻ ഒരു മോഹം തോന്നിയത്. ആ മോഹം 59-കാരിയായ ഗീത ടീച്ചറുമായി പങ്കുവച്ചപ്പോൾ ടീച്ചറും ഡബിൾ ഓക്കെ. ഇരുവരും ഇപ്പോൾ ചെണ്ട അഭ്യസിച്ച് അരങ്ങേറ്റത്തിനൊരുങ്ങുന്ന തിരക്കിലാണ്. ചെർപ്പശ്ശേരി കാറൽമണ്ണയിലെ വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിൽ ദിവസവും നടക്കുന്ന പനമണ്ണ ശശിയുടെ വാദ്യ പരിശീലന കളരിയിലെത്തിയ 2 കുട്ടികളെ കാണാം. ചെറിയ കുട്ടികളല്ല, 65ഉം 59ഉം വയസ്സുള്ള 2 വലിയ കുട്ടികൾ. വാദ്യകലയോടുള്ള അടങ്ങാത്ത ആസക്തി മൂലം റിട്ടയർമെൻറ്റ് ജീവിതത്തിലെ ഒഴിവു സമയം വാദ്യകലാ പഠനത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ് ഈ 2 പേർ. തൂത മൂച്ചുതോട്ടം സ്വദേശിനിയാണ് 65-കാരിയായ സരസ്വതി ടീച്ചർ. 4 വർഷം അധ്യാപികയായി ജോലി ചെയ്ത ശേഷം ബ്ലോക്ക് ഓഫീസിൽ ജീവനക്കാരിയായി സേവനമനുഷ്ഠിച്ചു. ക്ഷേത്രകലകളോടും വാദ്യങ്ങളോടും ചെറുപ്പം മുതലുള്ള ഇഷ്ടവും അഭിരുചിയുമാണ് ഈ പ്രായത്തിൽ ചെണ്ട അഭ്യസിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത്. അവിചാരിതമായാണ് വാദ്യകലാകാരൻ പനമണ്ണ ശശിയെ പരിചയപ്പെടുന്നത്. ഇടയ്ക്കയിൽ പരിശീലനം നേടാനുള്ള തൻ്റെ ആഗ്രഹം പങ്കുവച്ചപ്പോൾ ചെണ്ടയിൽ തുടങ്ങിക്കോളൂ, ഇടയ്ക്ക എളുപ്പമാകുമെന്നായിരുന്നു പനമണ്ണ ശശിയുടെ നിർദ്ദേശം. കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ തന്നെയാണ് ഈ പ്രായത്തിലും തൻ്റെ മോഹം സാക്ഷാത്കരിക്കാൻ പ്രചോദനമായതെന്നും സരസ്വതി ടീച്ചർ പറയുന്നു. അത്ര പെർഫെക്റ്റായിട്ട് കൊട്ടാനായി എന്നൊന്നും പറയണില്ല, പക്ഷേ കൊട്ടിടത്തോളം കൊണ്ട് ഇപ്പോൾ അരങ്ങേറ്റാന്ന് പറയുമ്പോൾ അതിന് എന്താ പറയുക, മനസ്സിലൊരു ചാരിതാർത്ഥ്യമൊക്കെ ഉണ്ട് കേട്ടോ. ഈ രംഗത്തേക്ക് മാത്രം ഞാൻ കടന്നിട്ടില്ല, ബാക്കിയുള്ള രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് കടന്നപ്പോൾ എനിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അതൊരു അത്ഭുതമാണ്. പിന്നെ പറ്റിയ കൂട്ടുകെട്ടും കിട്ടി. മാഷയുടെ കാര്യം പറയാതിരിക്കാനേ പറ്റില്ല. ഞാൻ പിന്നെ പറയും, മാഷക്ക് എന്നെ ചീത്ത പറയാനോ അടിക്കാനോ സാധിക്കില്ല, കാരണം മാഷയൊക്കെ പ്രായം എനിക്കായിരിക്കണം, അതുകൊണ്ട് അത് നടക്കില്ല എന്നുള്ള ഇത് ഞാൻ ആദ്യമേ പറയും.
പിന്നെ മാഷ് അതിനുള്ള ഇടയൊന്നും വരുത്തിയിട്ടില്ല. അതായത് ഈ കുട്ടികളൊക്കെ വാശി പിടിക്കുകയാണ് ചില വടിയും എടുത്തിട്ട് ദാ എന്ന് പറയുന്നല്ലാണ്ട് ഒരടി മാഷ് ഇതുവരെ അടിച്ചിട്ടില്ല. മാഷ് ആ ചിരിച്ചിട്ടുള്ള വർത്തമാനം, ആ ചിരിച്ചിട്ടുള്ള സമ്പ്രദായം അല്ലാണ്ട് മാഷെടുത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള ഈ ഇഷ്ടം കൊണ്ടും പിന്നെ ഇപ്പോൾ വല്ലാത്തൊരു ഇഷ്ടം എനിക്ക് വന്നു എന്ന് പറയാം. ഇനിയിപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെയാണ് ശരിക്കും വന്ന് ചേർന്നത്. ഞാൻ ഒരു ശ്രീകൃഷ്ണ ഭക്തിയാണെന്ന് പറയാം. അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ ആ ഇടയ്ക്ക കൊട്ടുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. കുറച്ച് അഷ്ടപതി പാടാനൊക്കെ അറിയാം. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഒന്ന് കൊട്ടാ വെച്ച് വന്ന ഉടനെ മാഷെടുത്ത് ഇടയ്ക്കൊക്കെയാണെന്ന് പറഞ്ഞാൽ ചേർന്ന്. മാഷ് പറഞ്ഞു, ടീച്ചർ ഇതിൽ ഇരിക്കൂ, ടീച്ചർക്ക് ഇതായ ഇടയ്ക്ക എളുപ്പം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതുവരെ മാഷ് ഇടയ്ക്ക് എനിക്ക് കയ്യിലുണ്ട് മാഷ് ഇങ്ങോട്ട് തന്നിട്ടുമില്ല. ഇനി തരും. ഇനിയിപ്പോൾ ഈ പൂജയ്ക്ക് തൊട്ടിട്ട് ഞാൻ ഇടയ്ക്കും കൂടിയും പഠിക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാവരും ഭഗവാന്റെ ഒരു ഇതുണ്ടെങ്കിൽ തന്നെയല്ലേ നടക്കുള്ളൂ. വീട്ടിൽ നിന്നുള്ള പിന്തുണ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ എനിക്ക് ഇത്ര വയസ്സായെന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വയസ്സ് ഊഹിച്ചാൽ അറിയാലോ. SI ആയിരുന്നു. 8 വർഷം മുമ്പ് ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും 6 മണിയാകുമ്പോൾ കറക്റ്റായിട്ട് കാറ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഇരിക്കും, ഞങ്ങളെവിടെ കൊണ്ടുവന്നേരാൻ. കാരണം വീട്ടിൽ നിന്നുള്ള പിന്തുണ ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് ഒരു കാര്യത്തിനും പറ്റില്ല. ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പൊക്കോ, നിനക്ക് പറ്റുന്നിടത്തോളം പൊക്കോ, നിനക്ക് വേവിക്കണതൊക്കെ ചെയ്തോ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ദിവസേന എന്നെ ഇവിടെ കൊണ്ടാക്കി തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. സരസ്വതി ടീച്ചർ ആഗ്രഹം പങ്കുവച്ചപ്പോൾ കൂട്ടിനായി 59-കാരിയായ ഗീത ടീച്ചറും എത്തി. 34 വർഷത്തിലധികം കാൽമണ്ണ UP സ്കൂളിലെ അധ്യാപികയായിരുന്നു. ചെറുപ്പം തൊട്ടേ ഏതു കലയെയും അങ്ങേയറ്റം ആസ്വദിക്കുന്ന പ്രകൃതക്കാരിയാണ് താനെന്ന് ഗീത ടീച്ചർ പറയുന്നു. കലാകാരൻ കാൽമണ്ണ വാസുമാസ്റ്ററാണ് ടീച്ചറുടെ ഭർത്താവ്. മാഷ് നൽകുന്ന പിന്തുണയും വളരെ വലുതാണ്. ഇപ്പോൾ താൻ പഠിപ്പിച്ച കുട്ടികളോടൊപ്പം ഇരുന്ന് ചെണ്ട അഭ്യസിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലും ത്രില്ലിലുമാണ് ഗീത ടീച്ചർ. എനിക്ക് ഉഷാറായി തോന്നുന്നുണ്ട്. ഞാനെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാൻസ് ഇപ്പോൾ DJ ഡാൻസൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടാൽ പോലും അതിനൊപ്പം തുള്ളുന്ന ആളാണ്. അതെന്താ അറിയില്ല, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു സാധനം. പിന്നെ കഴിഞ്ഞ ദശമി ദിവസം എൻ്റെ മോനാണ് ഇതിനധികം എനിക്ക് ഇൻസ്പിറേഷൻ തന്നിട്ടുള്ളത്. അമ്മയൊന്ന് കൊട്ടി നോക്കാം നമുക്ക് എന്ന് പറഞ്ഞ് ഞാനും അവനും കൂടിയാണ് ഇവിടെ ആദ്യമായി ആശാനെ വന്ന് കണ്ട് ദക്ഷിണ കൊടുത്ത് തുടക്കം കുറിച്ചത്. അവനാണ് എന്നെ ഒന്നുകൂടി പ്രോത്സാഹനം തന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ ഹസ്ബൻഡും അതെ, വാസുമാഷ TK വാസുമാഷാണ്. മൂപ്പരും കലാപരമായ നല്ല കഴിവുള്ള ആളാണല്ലോ. മൂപ്പര് നാടകം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, പിന്നെ അധ്യാപകനാണ്. ഇപ്പോൾ റിട്ടയർഡായി, ഞങ്ങൾ രണ്ടാളും റിട്ടയർഡായി. നമ്മുടെ കാർമണ്ണ UP സ്കൂളിൽ ടീച്ചറായിരുന്നു, 22-ൽ റിട്ടയർഡായി. അപ്പോൾ എനിക്കൊരു മോഹം, എന്തായാലും നോക്കാം, താല്പര്യം ഉണ്ട്, ഇനിയിപ്പോൾ നോക്കട്ടെ എന്നുള്ള ഒറ്റ ഇതിലാണ് വന്നിട്ടുള്ളത്. എനിക്കിതുകൊണ്ട് നല്ല സന്തോഷമേ ഉള്ളൂ. രാവിലെ നേരത്തെ നീട്ട് ഓടുക, 7 മണിക്കാണ് സാറ് വയ്ക്കുക ക്ലാസ്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ആ സമയത്തിന് 5:45 നീറ്റ് 7 മണിയാകുമ്പോഴേക്കും ഇവിടെ ഓടിയെത്തും. അതൊരു ത്രില്ലായിട്ട് എടുത്തിരിക്കുക. ഇപ്പോൾ അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ്, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അതെ, സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ. പിന്നെ അതേപോലെ ഈ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കുട്ടി, അതാണ് നമ്മളെന്ത് വിചാരിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഒരു രംഗത്തൊക്കെ എത്തും എന്നുള്ളത്. ഇങ്ങനെ എനിക്ക് സ്റ്റേജിൽ കയറി ചെണ്ടയിൽ കൊട്ടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഒരുപാട് വീട്ടമ്മമാർ ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളെ കുറിച്ച് നടക്കുന്നത്. അപ്പോൾ അവരൊക്കെ എന്താ പറയുള്ളത്? അവരോടൊക്കെ പറയാനുള്ള വീട്ടിൽ ഒതുങ്ങിയിരിക്കരുത്, നമ്മൾ രണ്ടും നടത്തണം, വീട്ടിലെ പണികളും നടത്തണം. ഇതുപോലെ ഞാനിപ്പോൾ അങ്ങനെയല്ലേ, ഇനി ഇവിടുന്ന് ചെന്നിട്ട് വേണം ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ. അതുവരെ എൻ്റെ ഹസ്ബൻഡോട് ക്ഷമിച്ചിരിക്കും. അത് നമുക്ക് അവരുടെ സപ്പോർട്ട് നല്ലോണം ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം നടത്താൻ പറ്റുന്നത്. അപ്പോൾ വീട്ടമ്മമാരോട് പറയാനുള്ളത്, എല്ലാവർക്കും നോക്കാം. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വരും. പ്രാക്ടീസിൻ്റെ തന്നെ എല്ലാം കിട്ടുന്നു. കല അഭ്യസിക്കാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ 2 പേരും. ഇവർ ആഗ്രഹം പങ്കുവച്ചപ്പോൾ പിന്തുണ നൽകി അഭ്യസിപ്പിച്ചത് പനമണ്ണ ശശിയാണ്. തൻ്റെ ശിഷ്യരിലെ ഏറ്റവും പ്രായം കൂടിയ 2 പേരെ അരങ്ങിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലും സന്തോഷത്തിലുമാണ് ഇപ്പോൾ പനമണ്ണ ശശിയും. പഠിപ്പിക്കുന്ന ആൾക്ക് മുന്നിൽ ആയിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണല്ലോ. പക്ഷേ വിദ്യാർത്ഥി എന്ന അതിലുപരി അവരുടെ വലിയൊരു മനസ്സ് എന്ന് വെച്ചാൽ ചെണ്ട എന്ന കല, ഞാൻ അതിൻ്റെ ഒരു പ്രൊഫഷണൽ ആളാണ്. പക്ഷേ ഇവർക്ക് ഇതിനോടൊരു താല്പര്യം വന്ന് അത് വന്ന് പഠിക്കാൻ വന്നത് വലിയൊരു, പിന്നെ ഈ പ്രായത്തിൽ ഇവർ പഠിക്കണത് മത്സരത്തിനോ ഇല്ലെങ്കിൽ വേറെ അവരുടെ ഒരു ആത്മസുഖമാണ്. അവർ ആ ഫീൽഡിൽ ഈ ചെണ്ടയും നമുക്ക് ഈ പ്രായത്തിലായാലും കൊട്ടാൻ പറ്റുന്ന തെളിയിച്ച കുട്ടികളാണ് ഇവർ. അതുകൊണ്ട് അവരെ പഠിപ്പിക്കാനും തന്നെ പറഞ്ഞു കൊടുത്താലോ ഇല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വേഗം. പിന്നെ ഒന്നാമത്തെ കാര്യം അവരുടെ മേഖലയിൽ ഉദ്യോഗത്തിലൊക്കെ ഇരുന്ന് റിട്ടയർഡ് ചെയ്തതിൻ്റെ ശേഷം കുടുംബജീവിതമൊക്കെ സ്വസ്ഥമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നൊരു കൂട്ടരാണ്. ഈ സരസ്വതി ടീച്ചറുടെ മകൻ്റെ കുട്ടിയാണ് കൂടെ കൊണ്ടുവരുന്നത്. ടീച്ചറെ വലിയ ധൈര്യമാണ് കുട്ടി കൂടെ ഉള്ളത്.
എന്നാൽ ഒരു ഗീത ടീച്ചറാണെങ്കിൽ ഗീത ടീച്ചർ റിട്ടയേർഡ് കഴിഞ്ഞ് കുടുംബമൊക്കെ ആയിട്ട് ടീച്ചറെ ഹസ്ബൻഡ് നല്ലൊരു കലാകാരനാണ്, നാടകവും വാസുമാഷ് കാർലമണ്ണയിലത്തെ. അപ്പോൾ എന്തായാലും അവരൊരു അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് അരങ്ങത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു എന്ന് മാത്രമേ എൻ്റെ ഭാഗത്തു നിന്നുള്ളൂ. അങ്ങനെ പ്രായമല്ല നോക്കണം, അവരുടെ മനസ്സ് ഇതിന് തയ്യാറാണുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. പ്രായം കലയ്ക്ക് ഒരു വിഷയമല്ല ശരിക്ക്. ഈ ഉപകരണം അത്രയും കനം ഉള്ളതൊക്കെ ആണെങ്കിൽ ശരി, അതിനുള്ള ഇന്നത്തെ കാലത്ത് ഈ കാലഘട്ടത്തിൽ അതിനൊക്കെ ഉള്ളൊരു സംവിധാനം ഉണ്ട്. പഴയ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അതിനൊക്കെ അവർ തയ്യാറാവുകയാണെങ്കിൽ, ആ മനസ്സുണ്ടെങ്കിൽ അവരെ പഠിപ്പിച്ചാൽ പഠിയും, അല്ലെങ്കിൽ ഇത് മനുഷ്യൻ പഠിച്ചുണ്ടാക്കുന്നതാണ് എന്നൊരു ബോധ്യം എനിക്കുമുണ്ട്, പഠിക്കാൻ വരുന്നവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ അരങ്ങേറ്റത്തിന് തയ്യാറായിട്ടുള്ളത്. സരസ്വതി ടീച്ചറുടെ പേരക്കുട്ടി ശ്രീനന്ദിനിയും ഇതേ വാദ്യകളരിയിൽ ചെണ്ട അഭ്യസിക്കുന്നുണ്ട്. അച്ചമ്മയോടൊപ്പം ചെണ്ട അഭ്യസിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ശ്രീനന്ദിനിയും. വളരെയധികം സന്തോഷം. ഞാൻ അമ്മമ്മക്ക് പണ്ട് മുതൽ ഈ ട്രഡീഷണൽ ആർട്ട് ഫോംസിനോട് വല്ലാത്തൊരു ഇതുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ഡാൻസ്, പാട്ട് അങ്ങനത്തേലൊക്കെ പോയിട്ടുള്ളത്. അധികം ഇങ്ങനത്തേലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല, ഈ ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ളതിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചെണ്ട ഇടയ്ക്ക് അങ്ങനത്തേലൊക്കെ കിടക്കണമെന്നല്ല. അത് സന്തോഷമുണ്ട്, അരങ്ങേറ്റാകാൻ പോണു. പിന്നെ മാഷ് അത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു, എന്താ പറയുക, അത്രയും ഇതായിട്ടുള്ള ഒരു മാഷ്. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, അരങ്ങേറ്റം വേണം എന്നുള്ളൊരു ഇതിലേക്ക്, ചിലവർക്ക് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ വേണ്ടെന്നൊക്കെ പറയണതിലേക്കാവും. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ വേണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിക്കാനുള്ള മെയിൻ മാഷ് തന്നെയാണ്. ഒക്ടോബർ 2 വിജയദശമി ദിനത്തിൽ വൈകിട്ട് 6 കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പഞ്ചാരി മേളത്തിലാണ് സരസ്വതി ടീച്ചറും ഗീത ടീച്ചറും ചെണ്ടയിൽ അരങ്ങേറ്റം കുറിക്കുക. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. ഗാന്ധി ജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി ആനമങ്ങാട് മുഴന്തമണ്ണ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ബഷീർ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി ആനമങ്ങാട് മുഴന്തമണ്ണ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് പരിസര ശുചീകരണം സംഘടിപ്പിച്ചത്. മണലായ റോഡിൽ നിന്നും മുഴന്തമണ്ണ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലെയും പൊന്തക്കാടുകൾ കോൺഗ്രസ് പ്രവർത്തകർ വെട്ടിനീക്കി. ശ്രമദാനം പ്രവർത്തനങ്ങൾ ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു. നാം ഉപയോഗിക്കുന്ന റോഡും അവനാൻ്റെ പ്രദേശങ്ങളും ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് ശുചിയാക്കുക എന്ന ഒരു മഹത് പ്രവർത്തനത്തിലാണ് ഈ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ മുക്തകണ്ഠം പ്രശംസിച്ചാലും നമുക്ക് മതിവരില്ല. സാമൂഹ്യ സേവന രംഗത്ത് എക്കാലത്തും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മാത്രമല്ല സംഘടനകൾക്കും നേതൃത്വം നൽകുന്ന മാതൃകാപരമായ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതൊക്കെ ഒരു പരപ്രേരണയില്ലാതെ സ്വയം അവനാൻ ഉപയോഗിക്കുന്ന റോഡുകൾ മറ്റൊരു ഫണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ആളുടെ കയ്യടിയോ നോക്കാതെ സ്വയം സേവകരായിക്കൊണ്ട് നാടിൻ്റെ നന്മ അവനാനും അവനാൻ്റെ മക്കളും കുട്ടികളും വൃദ്ധന്മാരും ഉപയോഗിക്കുന്ന റോഡും അതുപോലെ പരിസര പ്രദേശങ്ങളും ശുചിയാക്കുക എന്ന ഒരു വാരത്തെ ഗാന്ധി ജയന്തിയുടെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ജന്മദിനത്തോടനുബന്ധിച്ച് സ്വയം തയ്യാറായിക്കൊണ്ട് നേതാക്കന്മാർ, അണികളും എല്ലാവരും പ്രവർത്തകരടക്കം ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരു മഹത്തായ ഈ പ്രവൃത്തിയെ എത്ര പ്രശംസിച്ചാലും നമുക്ക് മതിവരില്ല. ഇത്തരം പ്രവർത്തനങ്ങളാണ് നമ്മുടെ വാർഡിനും പഞ്ചായത്തിനും അല്ലെങ്കിൽ അതുവഴി ജില്ലക്കും പ്രചോദനം നൽകേണ്ടത്. ഇതായിരിക്കണം നാളത്തെ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശം. അല്ലാതെ ഒരു ഗാന്ധി ജയന്തി എന്നുള്ള പേരിൽ ഒരു ദിവസത്തെ ഒരു അവധി പ്രഖ്യാപിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ പ്രസ്താവനകൾ ഇറക്കിയത് കൊണ്ടോ മാത്രമല്ല, സ്വയം സേവകരായിക്കൊണ്ട് ഗാന്ധിജി ഉയർത്തിയ ഒരുപാട് മൂല്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാം. ഗാന്ധിയുടെ മഹത്തായ ഒരുപാട് സേവനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ വ്യക്തിയിൽ ഊന്നിക്കൊണ്ടാണ് ഇന്നും ലോക രാജ്യങ്ങൾ പോലും ഗാന്ധിജിയുടെ ആദർശങ്ങളും ഗാന്ധി ജയന്തി വാരാഘോഷങ്ങളൊക്കെ വളരെ ബഹുമാന പുരസ്കാരം ആഘോഷിച്ചു വരുമ്പോൾ നമ്മളൊക്കെ ഇതിൻ്റെ ഭാഗവാക്കായ ആളുകളൊക്കെ ഇത്തരം പരിപാടികൾ എല്ലാ വാർഡുകൾ തലത്തിലും ഇനിയുള്ള നാളുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വ്യാപിപ്പിക്കും. കോൺഗ്രസ് മുഴന്തമണ്ണ വാർഡ് പ്രസിഡന്റ് പി രാമദാസൻ, സെക്രട്ടറി ആലിക്കൽ ഷംസുദ്ദീൻ, DCC അംഗം TP മോഹൻദാസ്, PK അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് പ്രവർത്തകരായ C അനിത, ലീല മോഹൻദാസ്, P രാധ, ശാന്ത PC, P റസിയ, P ആസിയ തുടങ്ങിയ വനിതകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. T അബ്ദുൽ സലാം, P ഗോപാലകൃഷ്ണൻ, P കുമാരൻ, P വിനോദ്, T ഷുക്കൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സാമൂഹ്യ വിരുദ്ധർ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്ന ഭാഗം ഉൾപ്പെടെയുള്ള റോഡിന്റെ വശങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ ശുചീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഇവിടെ കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു.
മാലിന്യം തള്ളുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരായ കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആനമങ്ങാട് മുഴന്നമണ്ണ റോഡിൻ്റെ ഭാഗത്താണ്. ഇവിടെ പാടത്തിൻ്റെ തോടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ പ്രദേശത്ത് വർഷങ്ങളായിട്ട് കക്കൂസ് മാലിന്യവും അതുപോലെ തന്നെ ഹോട്ടൽ വേസ്റ്റും സ്ഥിരമായി രാത്രി സമയങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ കൊണ്ടുവന്ന് ഒഴുക്കുന്നുണ്ട്. അത് സ്ഥിരമായി ഇത് നേരെ ഒഴുകി പോകുന്നത് തോട്ടിലേക്കാണ്. തോട്ടിൽ നേരെ പുഴയിലേക്ക് ഒഴുകി പോകുന്നു. നമുക്കുള്ള കുടിവെള്ള സ്രോതസ്സിലേക്കാണ് അത് ഒഴുകി പോകുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും മാരകമായ ബാക്ടീരിയ, പ്രത്യേകിച്ച് ഡീകോളി ബാക്ടീരിയ പോലത്തെ ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അത്തരം വെള്ളങ്ങൾ തന്നെയാണ് ആലിപ്പുറ പഞ്ചായത്തിലും മറ്റു പരിസര പഞ്ചായത്തുകളിലൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്തും മറ്റു അധികൃതരും ഇത്തരം കാര്യങ്ങളിൽ ആൾക്കാരെ കണ്ടെത്തി, പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെ ഒരു CCTV ക്യാമറയും മറ്റും സ്ഥാപിക്കുകയാണെങ്കിൽ അത്തരം ആൾക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നാട്ടുകാർക്കും പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്കും പറയാനുള്ളത്. ഇന്നത്തെ നമ്മൾ മുഴന്നുകൊള്ളയിൽ സ്ഥിരമായിട്ട് ഈ മാലിന്യം കൊടുന്ന് ഒഴുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതങ്ങനെ ദുസ്സഹമായ നടന്നു പോകാനും കൂടെ പറ്റാത്ത ദുസ്സഹമായ സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ഈ ശുചീകരണ പ്രവൃത്തിയുടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോടുള്ള ഗാന്ധി ജയന്തി ദിനം അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ആ ഒരു വാക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ സേവകരായി മാറിക്കൊണ്ട് ഞങ്ങൾ ഈ റോഡിൻ്റെ ശുചീകരണവും മറ്റു മാലിന്യ നിർമ്മാർജ്ജനവും ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ ഇതിന് നേതൃത്വപരമായ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ചടങ്ങാണ് ഇപ്പോൾ ഉദ്ഘാടനം. ഗാന്ധി ജയന്തി വാരാചരണത്തിൽ മാതൃകാപരമായ സേവന പ്രവർത്തനത്തിനാണ് മുഴന്നമണ്ണ കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വം നൽകിയത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ മുഴന്നമണ്ണയിൽ പുതിയ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. വിളയൂർ പഞ്ചായത്തിലെ എടപ്പലം ആലിക്കപ്പള്ളിയാലിൽ ചെറുകിട ജലസേചന പദ്ധതി നടപ്പാക്കുന്നു. പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. വിളയൂർ പഞ്ചായത്തിലെ എടപ്പലം ആലിക്കപ്പള്ളിയാലിൽ ചെറുകിട ജലസേചന പദ്ധതിയുടെ നിർമ്മാണത്തിന് തുടക്കമായി. ചെറുകിട ജലസേചന വകുപ്പിൽ നിന്നും 33 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി ആരംഭിക്കുന്നത്. പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. 50 ഏക്കറോളം കൃഷിക്ക് വെള്ളം എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൂതപ്പുഴ കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. എടപ്പലം ആലിക്കപ്പള്ളിയാൽ ഉൾപ്പെടെയുള്ള പാടശേഖരങ്ങളിലെ കൃഷിക്കും കരകൃഷിക്കും വെള്ളം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. 14 ലക്ഷത്തോളം 15 ലക്ഷത്തിന്റെ അടുത്ത് അപ്പുറത്തും 33 ലക്ഷം രൂപ 35 ലക്ഷമാണ് നമ്മൾ പ്രപ്പോസ് ചെയ്തത്. ഇപ്പുറത്തും കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെയാണ് അതിന്റെ മറ്റു നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് പോയി. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് മുജീബ് നിരവധി തവണ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിമ്പിളാണ്, പക്ഷെ എന്താണെന്നറിയില്ല, പല തടസ്സങ്ങളും. എന്തായാലും ആ തടസ്സങ്ങളൊക്കെ നീങ്ങി അവസാനം ടെൻഡർ ചെയ്തപ്പോൾ എൻ്റെ നാട്ടിൽ ഒരുപാട് കരാറുകാരുണ്ട്. നമ്മൾ കുറേ കരാറുകാരോട് പറഞ്ഞു, ഈ കരാറുകാർ എടുക്കുന്നില്ല. ടെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടും കരാറുകാർ എടുക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു. അത് ഇപ്പോൾ അതിനുശേഷം ഇവിടുന്ന് തന്നെയാണ് ഒരു കരാറുകാരനെ കണ്ടെത്തി എടുത്തിട്ടുള്ളത്. എന്തായിരുന്നാലും ഇപ്പം ആ തടസ്സങ്ങളൊക്കെ നീങ്ങി. പക്ഷേ ഇതിൽ വെച്ച് അവസാനിപ്പിക്കാതിരിക്കാൻ ഇതിൻ്റെ ഇടക്ക് നബാർഡിൻ്റെ ഒരു തീരുമാനം എടുത്തു. 5 ലക്ഷത്തിൻ്റെ ഒക്കെ പദ്ധതി എടുക്കാമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ തൃപ്പങ്കായ അടക്കമുള്ള പദ്ധതി 5 കോടി ആക്കിയിട്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നബാർഡ് ഒരു തീരുമാനം എടുത്തു, 30 കോടിയിൽ താഴെയുള്ള പദ്ധതി എടുക്കണ്ട, സാധാരണ പദ്ധതി ഒന്നും എടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം. അത് ഫണ്ട് കൊടുക്കാതിരിക്കാനുള്ള ഒരു ഐഡിയ ആണ്. നമുക്കൊരു 5 കോടി പ്രപ്പോസൽ വെച്ച സാധനം പെട്ടെന്ന് 30 കോടിയാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത് ആലോചിക്കുന്നത് ആ പദ്ധതിയെ റിവൈവ് ചെയ്യാൻ വേണ്ടി 30 കോടിയാക്കി ഇവിടുത്തെ മറ്റു പദ്ധതികൾ കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ഒരുപാട് കനാലുകൾ നവീകരണം എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിപുലമായ പദ്ധതിയായിക്കൊണ്ട് നബാർഡിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പ്രവർത്തനോദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ രാജീവ് മണികണ്ഠൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K സരിത, പഞ്ചായത്ത് അംഗങ്ങളായ മുജീബ് കരുവാൻകുഴി, K സാജിദ, കൃഷി ഓഫീസർ അഷ്ജാൻ, K മുരളി തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടത്തൂർ പെരിന്തൽമണ്ണ റോഡിൽ പച്ചീരിപ്പാറയ്ക്കും തേലക്കാടിനുമിടയിൽ മാലിന്യം തള്ളൽ പതിവാകുന്നു. മാലിന്യം തള്ളരുതെന്ന് ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡിന് കീഴിൽ പോലും മാലിന്യം തള്ളിയിട്ടുണ്ട്. പച്ചീരിപ്പാറയ്ക്കും തേലക്കാടിനും ഇടയിലുള്ള 500 മീറ്റർ ദൂരത്തിനുള്ളിലാണ് മാലിന്യം തള്ളൽ പതിവായി നടക്കുന്നത്. ഈ ഭാഗത്ത് പാതയ്ക്ക് ഇരുവശവും റബ്ബർ തോട്ടങ്ങളാണ്. ആളുകളുടെ ശ്രദ്ധ അധികമുണ്ടാവാത്ത ഈ അവസരം മുതലാക്കിയാണ് മാലിന്യം തള്ളുന്നത്. ചാക്കുകളിലും ചെറു പ്ലാസ്റ്റിക് കവറുകളിലും നിറച്ച നിലയിലാണ് മാലിന്യങ്ങൾ. മദ്യക്കുപ്പികളും നിരവധി ഈ ഭാഗങ്ങളിൽ കാണാം. മാലിന്യ വിഷയം ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനു ചുവട്ടിലടക്കം മാലിന്യം വലിച്ചെറിയുന്ന സാഹചര്യമാണുള്ളത്. വാഹനങ്ങളിൽ കൊണ്ടുവന്നാണ് മാലിന്യം തള്ളാറെന്നും പ്രദേശവാസികൾ പറയുന്നു.
നിലവിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്ത് CCTV സ്ഥാപിച്ച് പ്രദേശത്തെ മാലിന്യമുക്തമാക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കരിമ്പുഴ പഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കലാകാരന്മാർക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം രൂപ ചെലവഴിച്ച് 5 ഗ്രൂപ്പുകളിലായി 20ഓളം വാദ്യ കലാകാരന്മാർക്കാണ് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തത്. തിറാപ്പറ കലാകാരന്മാർക്ക് സാധാരണയായി ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ആണ് ഉപകരണങ്ങൾ വിതരണം ചെയ്യാറുള്ളതെങ്കിലും ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ ഏറ്റവും വലിയ 2 ക്ഷേത്രങ്ങളുള്ളതൊന്ന് പരിയാനപ്പറ്റിയും അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കരിമ്പുഴയിലെ തിരുവളയനാട് കാവുമാണ്. അവിടെ ഏറ്റവും പ്രശസ്തമായ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആനകളും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല തിറാപ്പറ കലാകാരന്മാർ, ഈ കലാകാരന്മാർ അന്യം നിന്ന് പോവുകയാണ്. കാരണം ഇത് വേണ്ടത്ര ലഭ്യമാകുന്നില്ല. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇത് അന്യം നിന്ന് പോകുന്നതാണ്. മാത്രമല്ല ഞങ്ങളുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ മനോഹരമായി കളിക്കുന്ന കലാകാരന്മാരുണ്ട്. അതുകൊണ്ട് ഈ സംഭവം ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയേ പറ്റൂ എന്ന് അസന്നിഗ്ധമായിട്ട് തിരുവനന്തപുരത്ത് പോയി CCയോട് അഭ്യർത്ഥിച്ചു. അവർ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കിയാൽ പോരാ, ഞങ്ങൾക്കിത് അനുവദിച്ച് തന്നേ പറ്റൂ, അല്ലാതെ ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞ് അവസാനം ഒടുവിൽ അവർ CC കൂടി കരിമ്പുഴയ്ക്ക് പ്രത്യേകമായി അനുവദിച്ച് 5 ലക്ഷം രൂപ ചെലവഴിച്ച് 5 ഗ്രൂപ്പിന്, ഒരു ഗ്രൂപ്പിന് 5 പേരായിരിക്കണം. അങ്ങനെയാണ്. പഞ്ചായത്ത് അംഗം സമീറ സലീം അധ്യക്ഷയായി. അംഗങ്ങളായ C ചാമി, C വിജിത, നിഷാരാമൻ എന്നിവർ സംസാരിച്ചു. തിറാപ്പറ കലാപ്രകടനത്തോടെ പരിപാടി അവസാനിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം പോലീസും ട്രോമാ കെയർ പാലക്കാട് ജില്ലാ സോണും സംയുക്തമായി ദേശീയ സന്നദ്ധ രക്തദാന ദിനത്തിന്റെ ഭാഗമായി ഒക്ടോബർ 1 രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് ക്യാമ്പ്. സാർവദേശീയ രക്തദാന ദിനമായ ഒക്ടോബർ 1 ശ്രീകൃഷ്ണപുരം പോലീസും ട്രോമാ കെയർ പാലക്കാട് ജില്ലാ സോണും സംയുക്തമായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സേവന സന്നദ്ധരായവർ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് CI അനീഷ്, ASI അനിൽ, ASI ബിനു ജോസഫ് എന്നിവരും ട്രോമാ കെയർ അംഗങ്ങളായ മണി ശ്രീലക്ഷ്മി, രാജി കരിമ്പുഴ എന്നിവരും അഭ്യർത്ഥിച്ചു. രക്തദാനം മഹാദാനം എന്നാണ് വചനം. റോഡപകടങ്ങളെ തുടർന്നും പ്രസവ സമയത്ത് അമിത രക്തസ്രാവത്തെ തുടർന്നുമുള്ള രോഗികൾക്കും ക്യാൻസർ പോലുള്ള രോഗം പിടിപെട്ടവർക്കും രക്തം സ്വീകരിക്കേണ്ടതായി വരുന്നു. യഥാസമയം രക്തം ലഭിക്കാതെ നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഈ രക്തം കൃത്രിമമായി ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ദാനത്തിലൂടെ മാത്രമേ ഇത് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രക്തദാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ വരുന്ന ഒക്ടോബർ 1 അതായത് സർവ്വദേശീയ രക്തദാന ദിനമായ ഒക്ടോബർ 1 ശ്രീകൃഷ്ണപുരം പോലീസും ട്രോമാ കെയർ പാലക്കാട് ജില്ലാ സോണും സംയുക്തമായി ചേർന്നുകൊണ്ട് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് രാവിലെ 10 മുതൽ 1 മണി വരെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. സേവന സന്നദ്ധരായ എല്ലാ യുവാക്കളും ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് ഇത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വെള്ളിനഴി ചെങ്കുണിക്കോട്ടുകാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം പനമണ്ണ ശശി, ചെർപ്പശ്ശേരി രാജേഷ് എന്നിവരുടെ ഡബിൾ തായമ്പക അരങ്ങേറി. വള്ളുവനാട്ടിലെ പുരാതന ദുർഗാക്ഷേത്രങ്ങളിലൊന്നാണ് വെള്ളിനഴി ചെങ്കുണിക്കോട്ടുകാവ്. നവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. സെപ്റ്റംബർ 22 ആരംഭിച്ച നവരാത്രി ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ തുടർന്നു വരികയാണ്. എല്ലാ ദിവസവും നിറമാല, വിശേഷാൽ പൂജകൾ, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി തുടങ്ങിയവ വൈകുന്നേരങ്ങളിൽ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ശനിയാഴ്ച നൃത്തതി കാന്തള്ളൂർ അവതരിപ്പിച്ച തിരുവാതിരക്കളി, തുടർന്ന് പനമണ്ണ ശശി, ചെർപ്പശ്ശേരി രാജേഷ് എന്നിവരുടെ ഡബിൾ തായമ്പക എന്നിവ അരങ്ങേറി. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. शशि मुखी समन समन जा
ഒക്ടോബർ 1 മഹാനവമി ദിനത്തിൽ മോഹിനിയാട്ടം, നൃത്തനൃത്യങ്ങൾ, വിജയദശമി ദിനമായ ഒക്ടോബർ 2 വാഹനപൂജ, സരസ്വതി പൂജ, വിദ്യാരംഭം കുറിക്കൽ എന്നിവ ക്ഷേത്രത്തിൽ നടക്കും. ശ്രീ ചെങ്ങണിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നവരാത്രി 6-ാം ദിവസം ആദ്യമായി നടന്ന ചടങ്ങ് സരസ്വതി മണ്ഡപം ഭഗവതിക്ക് വേണ്ടി സമർപ്പിക്കലായിരുന്നു. തുടർന്ന് നൃത്യതി കാന്തള്ളൂർ അവതരിപ്പിച്ച തിരുവാതിരക്കളി ഉണ്ടായി. ഇപ്പോൾ വേദിയിൽ തായമ്പക ശ്രീ പനമണ്ണ ശശി അവർകളും ചെർപ്പളശ്ശേരി രാജേഷ് അവർകളും ചേർന്ന് അവതരിപ്പിക്കുന്ന തായമ്പക നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ 29-ന് പൂജവെപ്പ് ആരംഭിക്കും. വിദ്യാരംഭം 2-ാം തീയതിയാണ്. ഈ ക്ഷേത്രത്തിൽ മൂകാംബിക ദേവിയുടെ സങ്കല്പം ഉള്ളതിനാൽ ഇവിടെ കുട്ടികളെ എഴുത്തിനിരുത്തൽ ചടങ്ങ് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ വാഹന പൂജ എന്നിവയും ഇവിടെ വളരെ വിശേഷാൽ പൂജകളാണ്. ക്ഷേത്രത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാട്ടുകാരും ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത്രയും വലിയൊരു ആഘോഷം മനോഹരമായി ചെയ്യാൻ സാധിച്ചത്. ഒരിടവേള കൂടി. കൂടുതൽ വാർത്തകൾ നോക്കാം. മുതുകുറിശ്ശിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഇഷ്കെ റസൂൽ മിലാദ് നൈറ്റും ദഫ് മത്സരവും വർണ്ണാഭമായി. 6 ടീമുകൾ മാറ്റുരച്ച ആവേശകരമായ ദഫ് മത്സരത്തിൽ എളാട് ഖുവത്തുൽ ഇസ്ലാം മദ്രസ 1-ാം സ്ഥാനം നേടി. കിതാബിലാണ് സൂക്തം കർത്തവ്യശോഭയേത്തും 2008 ആരംഭിച്ച് തുടർന്നു വരുന്നതാണ് മുതുകുറിശ്ശിയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഇഷ്കെ റസൂൽ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മിലാദ് നൈറ്റും ദഫ് മത്സരവും. വെള്ളിയാഴ്ച വൈകിട്ട് മുതുകുറിശ്ശി ചേനമ്പറമ്പ് റോഡിൽ വെച്ച് നടന്ന പരിപാടിയിൽ മൗലിദ് സദസ്സും ദുആ സമ്മേളനവും നടന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും ദഫ് മത്സരവും അരങ്ങേറി. 6ഓളം ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ മുതുകുറിശ്ശി എളാട് ഖുവത്തുൽ ഇസ്ലാം മദ്രസ ജേതാക്കളായി. പോരടിച്ച് നശിച്ചിടുന്നു ശോഭിക്കും നല്ല യുവത്വമിലാദത്തിൻ വഞ്ചനയാണിത് നാടാകെ മൂടിയ ലഹരിയിലാടാട് കോലമിതെന്തൊരു ഭീതിയാകെ കൂടിടുന്നിതാ ആ ഭീതിയാകെ ശോഭയായിതാ സ്വന്തമിന്ന് ബന്ധമിന്ന് ഉള്ളറിഞ്ഞിടൂ ഉൾക്കണ്ണ് നോക്കിടൂ ചോറ് തന്ന കൈകൾ വിട്ട് പോയിടുന്നു നീ ചോദ്യം കബറിലെ കാണാതെ. ഇനി ഷോർട്ട് ന്യൂസ്. കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽസ് ഡീലേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി താലൂക്ക് സമ്മേളനവും കുടുംബസംഗമവും പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ നടന്നു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ദയാനന്ദൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. ഒ നാരായണൻകുട്ടി, വിജയലക്ഷ്മി, ശിവദാസ്, കെ രാമചന്ദ്രൻ, CH റഷീദ തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് കാലത്തും പ്രളയകാലത്തും പ്രതിസന്ധി കാലങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തമായി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ആളുകൾക്ക് അവകാശപ്പെട്ടത് ലഭ്യമാക്കുന്നതിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ സൈന്യമാണ്, ശക്തമായ സൈന്യമാണ് റേഷൻ കടയുടെ വ്യാപാരികളും അതിലെ മറ്റു പ്രവർത്തകരും എന്നതിൽ യാതൊരു സംശയമില്ല. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് പ്രതിസന്ധി കാലത്ത്
അതിന്റെ ഗുണങ്ങൾ കിട്ടുമ്പോൾ അത് റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും കിട്ടേണ്ടതാണ്. ന്യായമായ ആവശ്യമാണ് എന്നതിൽ സംശയമുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും നമ്മൾ കേട്ടിരുന്നെങ്കിൽ ഇപ്പോ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നുമില്ല. ഓൺലൈനായി ഡിജിറ്റൽ സൗകര്യമായി ഇപോസ് മെഷീൻ ബില്ലിങ്ങുമായിട്ട് കരികലത്താണി ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയും ഫെഡറൽ ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തം ദാനം ചെയ്ത് PTA പ്രസിഡന്റ് ഫൈസൽ പാലോത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റി ചെയർമാൻ PK സയ്യിദ്, ഡോക്ടർ അനസ് KP, പെരിന്തൽമണ്ണ ഫെഡറൽ ബാങ്ക് മാനേജർ മനു കമൽ, ഡോക്ടർ R ശ്രീജിത്ത്, ബിജീഷ് കുമാർ, ശ്രീജിത്ത്, പ്രത്യുഷ, ഡോക്ടർ ധന്യ തുടങ്ങിയവർ പങ്കെടുത്തു. ലെൻസ്ഫെഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസർ ഫെഡറേഷൻ ചെർപ്പളശ്ശേരി യൂണിറ്റ് സമ്മേളനം തൃക്കടിയിൽ വെച്ച് നടന്നു. ലെൻസ്ഫെഡ് ജില്ലാ ട്രഷറർ രാജേഷ് V സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി വിനോദ് കുമാർ KK, മുഹമ്മദ് ഷമീർ VP, ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റ് M രാജേഷ്, ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി M സനോജ്, ഏരിയ ട്രഷറർ മഹേഷ്, യൂണിറ്റ് ഇൻചാർജ് മണികണ്ഠൻ, ജില്ലാ തുടർ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ ER അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേട്, ബാധ്യത തിരിച്ചടക്കേണ്ടവരിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത ഉൾപ്പെടെ UDF ജനപ്രതിനിധികളും. ബ്ലോക്ക് പ്രസിഡന്റിന്റെയും കോട്ടോപ്പാടം പഞ്ചായത്ത് അംഗം ലിജോ വർഗീസിന്റെയും പേരിലുള്ള ബാധ്യത 59.26 ലക്ഷം രൂപ വീതം. നല്ല പേങ്ങാട്ടിരിയിൽ വാഹനാപകടം, സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്ക്. വീപ്പടി സ്വദേശി അർഷാദിനാണ് പരിക്കേറ്റത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി. ആദ്യഘട്ടത്തിൽ സൗകര്യം ലഭിക്കുക BPL കുടുംബങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ. കേരള പ്രവാസി സംഘം 7ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടന്നു. പ്രവാസികളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എപ്പോഴും നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. പ്രവാസി ക്ഷേമനിധിക്ക് കേന്ദ്ര സഹായം അനുവദിക്കണമെന്ന് സമ്മേളനം. പെരിന്തൽമണ്ണയിൽ നടന്നു വന്ന മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ CBSE കലോത്സവം സമാപിച്ചു. തിരൂർ MES സെൻട്രൽ സ്കൂളിന് കലാകിരീടം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.